ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണം ലീവും ഓണത്തിൻ്റെ തിരക്ക് കാര്യങ്ങളും കൊണ്ടൊക്കെ ഞാൻ ലൈവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തിന് ഗ്യാപ്പിന് ശേഷം ഇന്നലെയാണ് ഒന്ന് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലൈവിൽ എൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ലക്ഷ്മി, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള ലക്ഷ്മി നൂറയെയും ആദിലയും പറ്റി പറഞ്ഞിട്ടുള്ള പരാമർശമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് പേഴ്സണൽ കാര്യങ്ങളല്ല, നിങ്ങൾക്ക് അവിടെ വരുന്ന കോണ്ടന്റുകളെ അല്ലെങ്കിൽ അവിടെ വരുന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുക എന്നല്ലാതെ പേഴ്സണൽ അവരുടെ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യാത്തതോ ഒന്നും ലക്ഷ്മി ബോധേഡാവേണ്ട ഒരു കാര്യമല്ല. അവർ വരുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ അതായത് ആദിലയുടെയും നൂറയുടെയും പെർഫോമൻസ് എങ്ങനെയാണ്, അവർ ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ടോ, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇൻഡിവിജ്വലായിട്ടാണോ കളിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് അവരെ വിമർശിക്കുകയും അവരുടെ ഗെയിംസിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രൊവോക്ക് ചെയ്യുന്നതൊക്കെ സ്വാഭാവികം, എല്ലാവരും ചെയ്യുന്നതാണ് ഹൗസിനകത്ത്. പക്ഷേ പേഴ്സണലായിട്ട് ആ കുട്ടികളെ എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് എനിക്ക് ആ നെവിൻ്റെ കേസ് വന്നപ്പോഴും അല്ലെങ്കിൽ അവരവരുടെ സ്റ്റാൻഡ് വെച്ച് സംസാരിച്ച് നന്നായിട്ട് ഗെയിം കളിക്കുന്ന പോലെ തോന്നിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ആദിലയും നൂറയും. അപ്പം ഈ ലക്ഷ്മി പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്കത്ര ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പലർക്കും പല അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പം ലക്ഷ്മിനെ, അതായത് ചില ആളുകൾക്ക് ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഗെയിമാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ വീടിനകത്ത് വന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് പ്രയോഗിച്ച് അവരെ തളർത്താൻ ശ്രമിക്കുക. അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫ്, അവരെ ആരൊക്കെ അംഗീകരിക്കുന്നുണ്ട്, അവരുടെ ഫാമിലി അവരെ ഒഴിവാക്കിയോ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ വാട്ടവർ, അതൊന്നും അതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റൻസും നോക്കേണ്ട കാര്യമില്ല. അവരുടെ ഗെയിമും കാര്യങ്ങളും മോശമാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിസങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിച്ച് അവരെ പ്രൊവോക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഗെയിം ഒന്ന് ഔട്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആരെയും മോശം പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാര്യം ചിലപ്പം അവർ രണ്ടുപേരും ഈ കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് ആ പിള്ളേർക്ക് ചിലപ്പം അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അത്ര ഫേമസ് ആയിട്ടുള്ള ആളായിരിക്കില്ല. വാട്ടവർ, നിങ്ങൾ എങ്ങനെയായാലും ആദ്യം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ ഓക്കെ ആണോ നോക്കുക. പിന്നെ ആരും പെർഫെക്റ്റ് അല്ല, നിങ്ങളും ഈ പറഞ്ഞ ലക്ഷ്മിയും പെർഫെക്റ്റ് അല്ല. പല കാര്യങ്ങളിലും നിങ്ങൾക്കും ഡ്രോബാക്കും കാര്യങ്ങളും ഉണ്ടാവാം എന്ന് കരുതി പേഴ്സണൽ ലൈഫിൻ്റെ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മോശം പറയുന്നതൊന്നും ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടല്ല ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിനുള്ളിലുള്ള കാര്യങ്ങൾ വെച്ച് ഗെയിം കളിക്കുക, അല്ലാതെ പുറത്തുള്ള കാര്യങ്ങൾ വെച്ച് ഗെയിം കളിക്കാതിരിക്കുക. അങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ചിലപ്പം നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് വരാം. അതായത് അവരുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി കാര്യങ്ങളോ നിങ്ങൾ എടുത്ത് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേര് സപ്പോർട്ട് ചെയ്യും, ചിലപ്പം ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തേക്കാം. അല്ലാതെ ഒട്ടുമിക്ക ആളുകളും ചിലപ്പം നിങ്ങൾക്കുള്ള ഇമേജോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ചെറിയ ഫാൻസോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനാണ് ചാൻസ് ഉള്ളത്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഗെയിം കളിക്കാൻ നോക്കുക.